Hello, welcome back to my channel Nandhu's Beauty World. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. നിങ്ങൾ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടിരിക്കണം കേട്ടോ. വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലും നമുക്ക് ഞാൻ പറയാൻ പോകുന്ന ഈ 9 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന ഈ 9 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിരവധി ഡയറ്റ് പ്ലാനുകളൊക്കെ പരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ. എന്തായാലും മിക്കതിലും നമുക്ക് അത് ഫ്ലോപ്പ് ആവുകയാണ് പതിവല്ലേ. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ മിക്കതും നമുക്കത് ഫ്ലോപ്പായി പോകും. നമ്മൾ ആദ്യം വലിയ ഇൻട്രസ്റ്റിലൊക്കെ നമ്മളെല്ലാം ചെയ്യാൻ തുടങ്ങും. പക്ഷേ അത് പകുതിക്ക് വെച്ച് എന്തായാലും മുടങ്ങിപ്പോകും. അതല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലവും ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതിയും ഒക്കെ നമുക്ക് അതിലുണ്ടായിരിക്കണം. നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ചിട്ടയായ ജീവിത രീതിയിലൂടെ നമ്മൾ കൃത്യമായ വ്യായാമം ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് അവസാനം വരെ കാണാം. നിങ്ങൾക്ക് വണ്ണം ഉള്ളവരാണ്, നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ വീഡിയോ തന്നെ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കണം. നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണ്യ എന്നാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത്. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടന്നുള്ള ഡയറ്റിനെ മറന്നേക്കുക എന്നുള്ളതാണ്. പട്ടിണി കിടന്ന് നമ്മൾ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആരോഗ്യത്തെ അത് വിപരീതമായിട്ട് ബാധിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പട്ടിണി കിടന്നുള്ള ഡയറ്റ് നമ്മൾ ചെയ്യാണ്ടിരിക്കുക മാക്സിമം. അതിനാൽ അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ അളവിൽ ഭക്ഷണം എടുത്തിട്ട് അത് 3 നേരവും കറക്റ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുടിക്കുന്നതിലും കൂടുതൽ സാധാരണ പറയാറുള്ളത് നമ്മൾ ഒരു ദിവസം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ്. എന്നാൽ അതിലും കൂടുതൽ നമുക്ക് എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കുക. നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അതുവഴി നമ്മളുടെ വിശപ്പ് കുറയ്ക്കാൻ സാധിക്കും. അതുവഴി നമ്മളുടെ വണ്ണവും നാച്ചുറലായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ വെള്ളം നല്ലൊരു ഓപ്ഷനാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിശപ്പിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന വിശപ്പിൻ്റെ ആ ഒരു ടെൻഡൻസി ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ കൊറുത്തീറ്റിയൊക്കെ കഴിക്കുക എന്ന് പറയില്ലേ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമല്ലേ. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുവഴി നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ കലോറി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ദിവസം നമുക്ക് എത്ര കലോറി നമുക്ക് ആവശ്യമുണ്ട്, നമുക്കത് ഏതൊക്കെ ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്കത് ലഭിക്കും എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ അറിയാണ്ട് തന്നെ ഓവറായിട്ട് ചിലപ്പോൾ നമ്മൾ വളരെ കുറച്ച് ആഹാരമായിരിക്കും കഴിക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ വളരെയധികം കലോറി കൂടുതലായിട്ടുണ്ടായിരിക്കും. നമുക്ക് ആവശ്യമുള്ളതിലധികം കലോറി നമുക്ക് അതിലുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാവാതെ അതിൽ നിന്നും നമുക്ക് വണ്ണം കൂടാതെ ഇരിക്കാൻ വേണ്ടി നമ്മളത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എത്ര കലോറി നമുക്ക് ഫുഡ് ആവശ്യമുണ്ട്, നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിൽ എത്ര കലോറി ഉണ്ട് എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്കത് നമ്മളുടെ വിശപ്പിനെ നിയന്ത്രിക്കാനായിട്ട് നന്നായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അമിതമായിട്ടുള്ള വിശപ്പ് നമുക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ
വളരെ കുറച്ച് കഴിച്ചാലും നമുക്കത് വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നാനും വളരെ കുറഞ്ഞ അളവിൽ തന്നെ നമുക്ക് വയറ് നന്നായിട്ട് നിറഞ്ഞ് നമ്മളുടെ ആ ഒരു കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂടാതിരിക്കാനും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് 4ാമത്തെ കാര്യം. അടുത്ത 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും രാവിലെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ വിശപ്പിനെ നന്നായിട്ട് നിയന്ത്രിക്കാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട 6ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും അധികമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഇതിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ നമ്മളുടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താ പറയുക, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴായാലും ഒരു വെജിറ്റബിൾ സലാഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് എന്താ പറയുക നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാമെന്ന് ഉദ്ദേശിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു സാലഡിലോ നമുക്ക് സിമ്പിളായിട്ട് ഭക്ഷണം ഒതുക്കാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള കലോറി നമുക്ക് തിരഞ്ഞെടുത്തിട്ട് ആ ഒരു അളവിലുള്ള ഭക്ഷണം നമുക്ക് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് രാത്രിയിൽ അങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കെങ്ങനെയാണ് നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിശപ്പൊന്നും അറിയില്ല. പിറ്റേന്ന് രാവിലെ ആയിരിക്കും നമ്മൾ എഴുന്നേക്കുക. മാക്സിമം മിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കല്ലേ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പഴങ്ങളും പച്ചക്കറികളും ധാരാളം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 7ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കറി ഫുഡല്ലേ, ബേക്കറി ജങ്ക് ഫുഡ് അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ മാക്സിമം നമ്മൾ വിശക്കുമ്പോൾ നമ്മൾ മാക്സിമം ചിലപ്പോൾ ചിലർ അതായിരിക്കും പെട്ടെന്നെടുത്ത് കഴിക്കുക. നമ്മൾ ഉച്ചയ്ക്ക് ചില ശീലങ്ങളുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും അത് നമുക്ക് പാടെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതിൽ ഉയർന്ന അളവിൽ കലോറി അടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ഫാറ്റ് എന്ന് പറഞ്ഞാൽ അത് ചീത്ത കൊഴുപ്പാണ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ വയറിലായാലും കൈയുടെ മസിലായാലും എല്ലാം നമുക്ക് അധികമായിട്ട് കൊഴുപ്പടിഞ്ഞുകൂടാ നമ്മളെ നന്നായിട്ട് അത് നല്ല രീതിയിൽ അങ്ങനെ ആയിപ്പോകും. അപ്പോഴത്തേക്കും നമുക്കത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ വിശക്കുമ്പോൾ നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ബേക്കറി കഴിക്കുക, വറുത്തതും പൊരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കി വിടുക. അടുത്ത നമ്മളുടെ 8ാമത്തെ കാര്യം പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഞ്ചസാര മാക്സിമം ഉപയോഗിക്കാറില്ല. മാക്സിമം എന്ന് വെച്ചാൽ ഉപയോഗിക്കാറേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുന്നേ എൻ്റെ ഡയറ്റ് പ്ലാനിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത്. അപ്പോൾ കുറഞ്ഞ അളവിൽ ഞാൻ ഹണി അതിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ ആയാലും നമ്മളുടെ സാധാ ടീ ആയാലും ശരി ഞാൻ അങ്ങനെ അധികം കുടിക്കാറില്ല. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എങ്ങാനും ഒരു വട്ടം പറഞ്ഞ് വിശ്വസിക്കില്ല ഞാൻ അങ്ങനെ കുടിക്കാറുള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം നിങ്ങൾ കുറയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. പഞ്ചസാര ഭയങ്കര കൊഴുപ്പാണ്. നമ്മളുടെ വയറിൻ്റെ അടിവയറ്റിലൊക്കെ ആണെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം പഞ്ചസാര കഴിയുന്നതും നിങ്ങൾ ഒഴിവാക്കുക. മധുര പലഹാരങ്ങളായാലും ഓവറായിട്ട് മധുരമുള്ളതെല്ലാം വളരെ കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് കഴിക്കണം നിർബന്ധമാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുക. അല്ലെങ്കിൽ പാടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ശരീരം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നല്ല, നമ്മൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. അടുത്ത നമ്മുടെ 9ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളുടെ വെയിറ്റ് നാച്ചുറലായിട്ട് നമുക്ക് കുറയുന്നതായിട്ട് സാധിക്കും. നമുക്കൊരു എക്സ്ട്രാ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എക്സസൈസ് കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് പോട്ടെ ഒരു അരമണിക്കൂർ മതിയാവും. അരമണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കൊരു അരമണിക്കൂർ കുറഞ്ഞ അരമണിക്കൂറെങ്കിലും നമ്മൾ ഒരു എക്സസൈസും കൂടിയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നല്ല വണ്ണം കുറയുക മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ടും നല്ല യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സസൈസും കൂടിയിട്ട് നിങ്ങൾ പറ്റുന്ന രീതിയിൽ എന്താ പറയുക നിങ്ങൾക്ക് എക്സസൈസും കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഈ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ
ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.